അള്ളാഹുവിൻ്റെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്ന സന്ദർഭത്തിൽ മദീനക്കാർ വലഹും യൗമാനി യൽഅബൂന ഫീഹിമ, മദീനക്കാർക്ക് 2 ദിവസം കളിക്കാനും ആനന്ദിക്കാനും സന്തോഷിക്കാനുമായി ഒരു ആഘോഷത്തിൻ്റെ 2 ദിവസങ്ങളുണ്ടായിരുന്നു. ഇതറിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനക്കാരോട് ചോദിച്ചു, മാ ഹാദാനിൽ യൗമാനി, എന്താണ് ഈ 2 ദിവസമെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, കുന്നാ നൽഅബു ഫീഹിമ ഫിൽ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഈ 2 ദിവസങ്ങളിൽ മതിമറന്ന് കളിക്കുമായിരുന്നു, മതിമറന്ന് സന്തോഷിക്കുമായിരുന്നു, മതിമറന്ന് ആഹ്ലാദിക്കുമായിരുന്നു. അങ്ങനെയുള്ള 2 ദിവസമായിരുന്നു എന്ന് മദീനക്കാർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനുൽ ഇസ്ലാമിൻ്റെ ഒരു പുനരധ്യായനത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. അന്ധകാരത്തിൻ്റെ രൂഢമൂലമായ ഒരു കാലഘട്ടത്തിൻ്റെ അസ്തമനത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ തുടക്കം കുറിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഖദ് അബ്ദലകുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ, ഈ 2 ദിവസങ്ങളെക്കാൾ ഖൈറായ മറ്റൊരു 2 ദിവസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് പകരമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അവർ അന്ന് 2 ആഘോഷങ്ങൾ അവർക്ക് നിലനിൽക്കെ അള്ളാഹുവിൻ്റെ റസൂൽ ആഘോഷങ്ങളെ മുഴുവനായും നിരാകരിക്കാതെ അതിനു പകരമായി ഇസ്ലാമിൻ്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്ന് ആഘോഷിക്കത്തക്ക വിധത്തിലുള്ള 2 ആഘോഷങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ അവിടുന്ന് പകരമാക്കി കൊടുക്കുകയായിരുന്നു. അതാണ് യൗമുൽ അദ്ഹ വയൗമുൽ ഫിത്ർ. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾക്ക് അതിർവരമ്പുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം ഇസ്ലാം ആഘോഷിക്കേണ്ടത്. എന്താണ് അതിർവരമ്പ്? അത് അള്ളാഹുവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ നിലനിർത്തുക എന്നുള്ളതാണ്. അവർ എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യുക, അവരെന്താണോ വിരോധിച്ചത് അവിടെ നിർത്തുക. അതിനപ്പുറത്തേക്ക് വിരോധിച്ച കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാതെ നമ്മൾ നമ്മുടെ ആഘോഷങ്ങളെ അല്ലാഹുവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആഘോഷിക്കാൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.